നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ പുതിയ UDF സർക്കാരിന്റെ മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറായി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്തെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് 20 അംഗ മന്ത്രിമാരുടെ പട്ടിക ഔദ്യോഗികമായി കൈമാറി. നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയോടൊപ്പം 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ എടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഈ ഒരു മന്ത്രി പട്ടിക എന്നും പ്രധാന നേതാക്കളുമായി വിശദമായ കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ഇത് തയ്യാറാക്കിയതെന്നും VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പുതിയ മന്ത്രിസഭയിൽ കോൺഗ്രസിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ ഇടം പിടിച്ചിട്ടുണ്ട്. VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, റോജി M ജോൺ, M ലിജു, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിദ്ദീഖ്, OJ ജനീഷ്, മോൻസ് ജോസഫ്, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ് എന്നിവരാണ് 20 അംഗ മന്ത്രിമാരുടെ പട്ടികയിലുള്ളത്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും നിശ്ചയിച്ചിട്ടുണ്ട്. രാജ്ഭവന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നതിനാൽ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി വരികയാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്: കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് കടക്കുന്നതോടെ നേതാക്കൾ ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളായ ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമാവുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 18-ാം തീയതി ചേരുന്ന പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ പദ്ധതികൾ പരിഗണനയ്ക്ക് വരും. എന്നാൽ പ്രഖ്യാപിച്ച എല്ലാ ഗ്യാരണ്ടികളും പൂർണ്ണമായ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഏറെ ആകർഷിച്ച പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് മറ്റു വലിയ പ്രഖ്യാപനങ്ങളായ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ളവ ഉടനടി നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചും ആവശ്യമായി വരുന്ന ഭീമമായ തുകയെക്കുറിച്ചും വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇതിനായി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ പ്രത്യേകമായി ചുമതലപ്പെടുത്താനാണ് ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുക. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയും ഫണ്ട് കണ്ടെത്താനുള്ള വഴികളും കൃത്യമായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിശദമായ പഠനത്തിന് ശേഷം 3 മാസത്തിനകം കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനായിരിക്കും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയുടെ തുടർ നടപടികൾ. എന്നാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ പൂർണ്ണമായി സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്ന പ്രഖ്യാപനത്തിൽ ധനവകുപ്പും KSRTCയും സംയുക്തമായി പരിശോധന നടത്തുന്നുണ്ട്. പദ്ധതി നടപ്പാക്കുമ്പോൾ KSRTCക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അധിക ബാധ്യതയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പൂർണ്ണ സൗജന്യം നൽകുമ്പോൾ സംസ്ഥാന ഖജനാവിന് പ്രതിമാസം എത്ര കോടി രൂപയുടെ അധിക നഷ്ടമുണ്ടാകുമെന്നാണ് പ്രധാനമായും കണക്കാക്കുന്നത്. അതേസമയം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് ആശ്വാസമാകുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാപ്രവർത്തകരുടെ പ്രതിദിന വേതനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമായിരിക്കും. തങ്ങൾക്ക് അർഹമായ വേതന വർധനവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വരുന്ന ആശാപ്രവർത്തകർ. ആശാപ്രവർത്തകരുടെ പ്രതിദിന വേതനം 700 രൂപയാക്കി ഉയർത്തിയാൽ സർക്കാരിന് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത എത്രയെന്ന് കണക്കാക്കാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനോടകം തന്നെ വേതനം 500 രൂപയാക്കി നിശ്ചയിച്ചാലുള്ള അധിക ബാധ്യതയുടെ റിപ്പോർട്ടും ധനവകുപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഈ 2 നിർദ്ദേശങ്ങളും പരിശോധിച്ച് 18-ാം തീയതി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. എന്നാൽ നിലവിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉടനടി തീരുമാനമുണ്ടാകില്ല. ഈ തുക കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പെൻഷൻ വർധനവ് വരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായതിനാൽ ഈ വിഷയം തൽക്കാലം മാറ്റിവെക്കും. കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിയതിനു ശേഷമുള്ള അടുത്ത ഘട്ടങ്ങളിലായിരിക്കും പെൻഷൻ വർധനവ് സർക്കാർ പരിഗണിക്കുക.
എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപയുടെ വിതരണം ഈ മാസം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് 25-ാം തീയതിക്ക് ശേഷം തന്നെ വിതരണത്തിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ 2000 രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.